വെൽക്കം ടു കെമിസ്ട്രി ടിപ്സ്. ഇന്ന് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ഭൗതികശാസ്ത്ര ഭാഗത്തിൽ വരുന്ന ബലം എന്ന് പറയുന്ന ഭാഗമാണ്. എൻ്റെ പേര് അർജുൻ. എല്ലാവർക്കും കെമിസ്ട്രി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് എന്താണ് ബലം എന്ന് നോക്കാം. ബലം എന്നത് ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു വലിക്കലാണെന്ത് ബലം എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ തള്ളുകയോ അല്ലെങ്കിൽ വലിക്കുകയോ ചെയ്യുമ്പോൾ അതിലൊരു ബലം പ്രയോഗിക്കപ്പെടുന്നു എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബലം എന്ന് പറയുന്നത് എന്താണ്? ഒരു പുഷ് അല്ലെങ്കിൽ എന്താണ് ഒരു പുൾ ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബലത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്ടൺ ആണ്. അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെ പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് ബലത്തിൻ്റെ യൂണിറ്റിനെ പറയാം. ആ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളതാണ് എന്ത് ശരിക്കും ന്യൂട്ടൺ എന്ന് പറയുന്ന ആ യൂണിറ്റ്. ഓക്കെ, കാരണം F=ma എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്കിവിടെ എന്താക്കുന്നത് ആ ബലത്തിൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താക്കുന്നത് അവിടെ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് നമുക്ക് എന്താക്കുന്നത് കിട്ടുന്നത്. അതുപോലെ തന്നെ ബലത്തിൻ്റെ CGS യൂണിറ്റ് ഉണ്ട്. അതിന് നമ്മൾ എന്താണ് പറയുക? ഡൈൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ യൂണിറ്റുകളും അതുപോലെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് 3 തരത്തിലുള്ള യൂണിറ്റുകൾ ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ CGS യൂണിറ്റ് നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. അതുപോലെ തന്നെ ബലത്തിൻ്റെ CGS യൂണിറ്റ് എന്താണ്? ഡൈൻ ആണ്. ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁵ ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് എത്രയാണ്? 10⁵ ഡൈൻ ആണെന്നുള്ളത് ഓർക്കുക. ബലം പ്രയോഗിക്കുന്ന അതേ ദിശയിലാണ് വസ്തുവിന് ചലനം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വസ്തുവിന് നമ്മൾ എന്താണ് പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ പുള്ള് ചെയ്യുകയോ എന്തിനാണ് ചെയ്യുന്നത്? അതൊരു ചലനം ഉണ്ടാവാനാണ് നമ്മൾ എന്താക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ദിശയിലാണോ ബലം പ്രയോഗിക്കുന്നത് അതേ ദിശയിലാണ് എന്തുണ്ടാവുന്നത്? അവിടെ ചലനം ഉണ്ടാവും എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് ബലത്തിനെ ഒന്നുകൂടെ നമുക്ക് എന്താക്കാം? വളരെ കൃത്യമായിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് നിർവചിക്കാൻ വേണ്ടി പറ്റും. വേണമെങ്കിൽ പറയാം, ഒരു വസ്തുവിൻ്റെ ആകൃതിക്കോ വലുപ്പത്തിനോ വ്യാപ്തത്തിനോ നിശ്ചലാവസ്ഥയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് ബലം. ഓക്കെ, അപ്പോൾ ഒരു ബലം മൂലം ഒരു വസ്തുവിൻ്റെ ചിലപ്പോൾ ഒരു ആകൃതിക്ക് ചിലപ്പോൾ മാറ്റം വരാം, അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പത്തിന് അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തത്തിനൊക്കെ എന്താവാം വ്യത്യാസം വരാം. ചിലപ്പോൾ അത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തു ചിലപ്പോൾ എന്താവാം ചലനാവസ്ഥയിലേക്ക് പോവാം, അല്ലെങ്കിൽ ചലനത്തിലുള്ള വസ്തു ചിലപ്പോൾ നിശ്ചലാവസ്ഥയിലേക്ക് എന്താക്കാം പോവാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾക്കുള്ള എന്തുണ്ടാവാം പ്രവണത വേണമെങ്കിൽ ആ ബോഡിയിൽ ഉണ്ടാക്കാം. അങ്ങനെ എന്താണോ ആ ഒരു പ്രവണത ഉളവാക്കുന്നത് അതിനെയാണ് നമ്മൾ എന്താക്കുന്നത് ബലം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിന് മുകളിൽ ബലം പ്രയോഗിക്കാൻ 2 വസ്തുക്കളും സമ്പർക്കത്തിൽ വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മൾ പുഷാണ് അല്ലെങ്കിൽ പുൾ ആണ് ബലം എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വസ്തുവിന് മുകളിൽ ബലം പ്രയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ആ 2 വസ്തുക്കളും സമ്പർക്കത്തിൽ വരേണ്ട ആവശ്യമില്ല. കാരണം അത് രണ്ടും എന്താക്കേണ്ട ആവശ്യമില്ല, കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല. അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാന്തം എന്താണ് ഒരു ഇരുമ്പ് കഷ്ണത്തിനെ എന്താ പറയുക ആകർഷിക്കുക എന്ന് കരുതുക, അട്രാക്റ്റ് ചെയ്യാന്ന് കരുതുക. ആ കാന്തം എന്താക്കും ഈ ഇരുമ്പ് കഷ്ണത്തിൽ മുട്ടേണ്ട ആവശ്യമില്ല. ആ മുട്ടുന്നതിന് മുമ്പ് തന്നെ എന്താക്കും അടുത്തുകൊണ്ട് ഇങ്ങനെ എത്തിക്കുന്നതിന് തന്നെ മുമ്പ് തന്നെ എന്താക്കും ആ ഇരുമ്പ് കഷ്ണത്തിനെ എന്താക്കും കാന്തം എന്താക്കും ആകർഷിക്കും. അപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? ആ പറഞ്ഞിരിക്കുന്ന ആ ഇരുമ്പ് കഷ്ണത്തിനെ എന്താക്കണത് പുള്ള് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത് അല്ലേ? വലിച്ചെടുക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ശരിക്കും എന്താക്കിയില്ല, അവിടെ ആദ്യമേ ആ വസ്തുക്കൾ തമ്മിൽ എന്തില്ല, കോണ്ടാക്റ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിന് മുകളിൽ ബലം പ്രയോഗിക്കാൻ എന്ത് വേണ്ട ആവശ്യമില്ല, 2 വസ്തുക്കളും കോണ്ടാക്റ്റിൽ വരണമെന്നില്ല, അല്ലെങ്കിൽ സമ്പർക്കത്തിൽ വരണമെന്നില്ല. ഓക്കെ, ഇനി നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എന്താണ് നമുക്കറിയാം ബലം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. CGS യൂണിറ്റ് നമ്മൾ ഡൈൻ ആണെന്ന് പറഞ്ഞു അല്ലേ? അതൊക്കെ ആരുടെ പേരിൽ നിന്നാണ് വന്നത്? നമുക്കറിയാം SI യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണെന്ന് പറയുമ്പോൾ അത് ഐസക് ന്യൂട്ടൻ്റെ പേരിൽ നിന്നാണ് വന്നത് അല്ലേ? ഐസക് ന്യൂട്ടനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? എന്താണ് ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. അതുപോലെ തന്നെ എന്താണ് ഈ ഘടകവർണ്ണങ്ങൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രകാശം എന്തായിരിക്കും? വെള്ളപ്രകാശമാണ്, അല്ലെങ്കിൽ സമന്വിത പ്രകാശമാണെന്ന് എന്താക്കി അദ്ദേഹം കണ്ടെത്തി അല്ലേ? അദ്ദേഹത്തിന് എന്താക്കി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും 1705 എന്താക്കി
സർ പദവി ലഭിച്ചു. സർ പദവി ലഭിച്ച ആദ്യ ശാസ്ത്രജ്ഞനാണ് ആര്? ഐസക് ന്യൂട്ടൺ അല്ലേ. അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ എങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? മനുഷ്യവംശത്തിലെ ഏറ്റവും ഉത്തമവും അമൂല്യവുമായ രത്നം എന്നാണ് എന്താക്കിയത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു 3 ബുക്കുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ബുക്കുകളാണ് അല്ലേ. ഏതൊക്കെയാണ്? ഫിലോസഫിയ നാച്ചുറലിസം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, അതുപോലെ തന്നെ ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ബുക്കുകൾ. ഓക്കെ, അപ്പോൾ ഈ 3 ബുക്കുകൾ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കുകളാണ്. ഇതിൻ്റെ പേരുകൾ എന്താക്കുക? ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവാണെന്ന് എഴുതുക. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് കണ്ടെത്തി എന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. ഇനി എന്താണ് 1 ന്യൂട്ടൺ ബലം എന്ന് പറയുന്നത്? 0.1 കിലോഗ്രാം അല്ലെങ്കിൽ 100 ഗ്രാം മാസുള്ള ഒരു വസ്തുവിനെ തറനിരപ്പിന് സമാന്തരമായി കയ്യിൽ താങ്ങി നിർത്താൻ ഗുരുത്വാകർഷണ ബലത്തിനെതിരെ ഏകദേശം 1 ന്യൂട്ടൺ ബലം പ്രയോഗിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 100 ഗ്രാം മാസുള്ള ഒരു വസ്തു തറയിൽ നിന്ന് 1 മീറ്റർ ഉയരത്തിൽ നമ്മളിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ എന്താക്കാൻ പറ്റും? അത് നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഗുരുത്വാകർഷണ ബലത്തിനെതിരായിട്ട് നമ്മൾ എന്താക്കണം? ഒരു ബലം പ്രയോഗിക്കണം അല്ലേ. അപ്പോൾ നമ്മുടെ കൈയൊന്നും താഴാതെ അങ്ങനെ കറക്റ്റ് പിടിക്കണമെങ്കിൽ എന്താക്കണം? നമ്മളവിടെ പിടിക്കുന്ന ബലം എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 1 ന്യൂട്ടൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരുപാട് തരത്തിലുള്ള ബലങ്ങൾ നമ്മൾ പഠിക്കാറുണ്ട്. അതിലൊന്നാണെന്ത്? മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം എന്ന് പറയുന്നത് എന്താണ്? അവരവരുടെ പേശിബലമാണ് അല്ലേ, നമ്മുടെ മസിൽ പവറാണ് അല്ലേ. അതെന്താണ്? അത് പേശിബലമാണ്. അതിന് നമ്മളെന്താ പറയുക? മസ്കുലാർ ഫോഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്നവരുടെ പേശിബലമാണ്. ഓക്കെ, അതുപോലെ തന്നെ കാന്തത്തിന് ആകർഷണ വികർഷണ സ്വഭാവം ഉണ്ട് അല്ലേ. എന്താണ്? ഇപ്പോൾ കാന്തം നമുക്ക് നോക്കുകയാണെങ്കിൽ 2 കാന്തം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരേ പോളുകൾ, ഒരേ ധ്രുവങ്ങളുള്ള ഭാഗങ്ങൾ എന്തായിരിക്കും? വികർഷിക്കും. വ്യത്യസ്ത ധ്രുവങ്ങളാണെങ്കിൽ എന്തായിരിക്കും? ആകർഷിക്കും അല്ലേ. ഇപ്പം നോർത്ത് പോളും അടുത്ത് കൊണ്ടുവന്നാൽ വികർഷിക്കും. നോർത്ത് പോളും സൗത്ത് പോളും അടുത്ത് കൊണ്ടുവന്നാൽ അത് ആകർഷിക്കും, നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ കാന്തം പ്രയോഗിക്കുന്ന ബലത്തിന് നമ്മൾ എന്താണ് പറയുക? കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. കാന്തിക ബലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫോഴ്സ്. അതുപോലെ തന്നെ മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേന ചെറിയ കടലാസു കഷ്ണങ്ങളെ ആകർഷിക്കുന്നതിന് കാരണം എന്താണ്? അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്? എന്താ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിത വൈദ്യുതിയാണ്, അത് മൂവ് ചെയ്യുന്നില്ല. ആ വൈദ്യുതി എന്താക്കും? ആ പറയുന്ന പ്ലാസ്റ്റിക് പേനയിൽ എന്താക്കും? പേനയിൽ തന്നെ എന്താക്കും? നിൽക്കും. ഓക്കെ, അത് വേറെ എവിടേക്ക് എന്താക്കില്ല? നഷ്ടപ്പെട്ട് പോവുകയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ മുടിയിൽ ഉരസിയ പ്ലാസ്റ്റിക് പേന എന്താക്കുന്നു? ചെറിയ കഷ്ണങ്ങളെ, കടലാസ് കഷ്ണങ്ങളെ ആകർഷിക്കുന്നതിന് കാരണം എന്താണ്? സ്ഥിത വൈദ്യുതിയാണ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഇലക്ട്രോ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ് ചെയ്യുന്ന ചാർജാണ്. പക്ഷേ ഈ ചാർജ് എന്താണ്? ആ പേനയിൽ തന്നെ നിൽക്കും. അതുകൊണ്ടാണ് അത് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. നമ്മൾ ഫ്രിക്ഷൻ മൂലമൊക്കെ ഉണ്ടാകുന്ന ഫോഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അടുത്തയാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും തമ്മിലുള്ള ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പം ന്യൂട്ടൻ്റെ ലോയിൽ പറയുന്നതാണല്ലേ, എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു സാധനമാണ് എന്ത്? പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും എന്താക്കുന്നുണ്ട്? പരസ്പരം ആകർഷിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള ആ ആകർഷണ ബലമാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ പിണ്ഡമുള്ള ഓരോ വസ്തുക്കളും എന്താക്കുന്നുണ്ട്? പിണ്ഡമുള്ള എല്ലാ വസ്തുക്കളും എന്താണ്? പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ഓക്കെ, പിണ്ഡം എന്ന് വെച്ചാൽ എന്താണ്? മാസാണ് അല്ലേ. മാസുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട്. ആ ബലമാണെന്ത്? ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തുവിന് മുകളിലൂടെ മറ്റൊരു വസ്തു നീങ്ങുമ്പോൾ വസ്തുക്കളുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന ബലമാണെന്ത്? ഘർഷണ ബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇപ്പോൾ 2 വസ്തുക്കൾ തെന്നി നീങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തുണ്ടാകുന്ന ഫോഴ്സ് ഏതായിരിക്കും? ഘർഷണ ബലമാണ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എപ്പോഴും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്ന ദിശയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെഗറ്റീവ് ഫോഴ്സ് ആണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ കാന്തത്തിന് വികർഷണ സ്വഭാവം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അവിടെ സമ്പർക്കമൊന്നും വേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഗുരുത്വാകർഷണ ബലം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, എല്ലാ വസ്തുക്കളും എന്തല്ല ആകർഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എല്ലാ വസ്തുക്കളും കോണ്ടാക്റ്റ് വേണമെന്നൊന്നും ഇല്ല. ഓക്കെ, നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. എന്താണ് സമ്പർക്ക ബലം? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബലത്തിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സമ്പർക്ക ബലവും അതുപോലെ തന്നെ നോൺ കോണ്ടാക്ട് ഫോഴ്സും എന്നുള്ള രീതിയിൽ നമ്മൾ എന്താക്കിയിട്ടുണ്ട്, ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്പർക്കമുള്ള ബലത്തെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അത് കോണ്ടാക്ട് ഫോഴ്സ്. അതുപോലെ തന്നെ സമ്പർക്കമില്ലാത്തത് എന്താണ്, സമ്പർക്കരഹിത ബലം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ എന്താണ് സമ്പർക്ക ബലം എന്ന് നമുക്ക് നോക്കാം. വസ്തുക്കൾ തമ്മിൽ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. ഓക്കെ, ഇപ്പോൾ രണ്ട് വസ്തുക്കൾ ഉണ്ടെന്ന് കരുതുക. ആ രണ്ട് വസ്തുക്കൾ എന്താണ്, പരസ്പരം കോണ്ടാക്റ്റാണ്, ടച്ച് ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവിടെയുള്ള ബലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിൾ എന്താണ്, ഈ ട്രോളി വലിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ ട്രോളി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ എന്താണ്, ആ ട്രോളിയിൽ നിന്ന് പിടിവിട്ട് ആ ട്രോളി അവിടെ നിൽക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ ട്രോളി എപ്പോഴും എന്താക്കണം, കോണ്ടാക്റ്റ് വേണം അല്ലേ. അതുപോലെ തന്നെയാണ് എന്ത്, നിരപ്പായ തറയിലൂടെ ഉരുട്ടി വിട്ട പന്ത് നിശ്ചലാവസ്ഥയിലാകുന്നു അല്ലേ. ഒരു പന്തിന് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ എന്താകുന്നു, കുറച്ച് കഴിയുമ്പോൾ ആ പന്ത് എന്താക്കും, നിൽക്കും. അതിൻ്റെ കാരണം എന്താണ്, ആ പന്ത് മൂവ് ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആരുണ്ട്, ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ എന്താക്കുന്നുണ്ട്, ഉണ്ട്. അതുകൊണ്ടാണ് പന്ത് എന്താക്കുന്നത്, അവിടെ നിൽക്കുന്നത്. അടുത്താണ് എന്ത്, സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. സൈക്കിൾ നമ്മൾ എന്താക്കുന്നത്, ബ്രേക്ക് ചെയ്യണമെങ്കിൽ എന്താണ് പറ്റുക, നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ പെഡൽ പിടിച്ച് ഇങ്ങനെ അമർത്തുമ്പോൾ എന്താക്കുന്നു, ടയർ എന്താക്കുന്നു, നിലത്ത് ഉരഞ്ഞിട്ട് എന്താക്കുന്നു, നിൽക്കുന്നു. അപ്പോൾ അതെന്താണ്, ശരിക്കും സമ്പർക്ക ബലമാണ് അല്ലേ. അടുത്തയാണെന്ത്, തറയിലൂടെ നടക്കുന്നു. തറയിലൂടെ നമ്മൾ നടക്കുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ കാലും നിലവും തമ്മിൽ എന്തുണ്ട്, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും കാലെന്താണ്, നിലത്ത് മുട്ടുന്നുണ്ട്. അപ്പം ആ തറയും കാലും തമ്മിൽ എന്തുണ്ട്, ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, സമ്പർക്ക ബലത്തിന് എന്താണ്, എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വസ്തുക്കൾ പരസ്പര സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കുന്ന ബലമാണെന്ത്, സമ്പർക്ക ബലം അല്ലെങ്കിൽ കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് നമ്മൾ എന്താക്കുന്നത്, പറയുന്നത്. ഫോഴ്സ് വസ്തുവുമായി സമ്പർക്കമില്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം എന്ന് നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിളാണ് മാവിൽ നിന്നും ഞെട്ടറ്റ് മാങ്ങ വീഴുന്നു അല്ലേ. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, മാവിൽ നിന്നൊരു മാങ്ങ താഴേക്ക് വീഴുകയാണെങ്കിൽ എന്തില്ല, അവിടെ നമ്മൾ മാങ്ങേനെ നമ്മൾ എന്താക്കിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മാങ്ങ സ്വന്തമാണ് എന്താക്കുന്നത്, അവിടേക്ക് വീഴുന്നത് അല്ലേ. അവിടെയുള്ള ആകെ ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ്. ആ മാങ്ങയുടെ വെയിറ്റ് അല്ലേ, ഭാരം അല്ലേ. ഓക്കെ, അത് വെച്ചിട്ടാണ് അത് താഴേക്ക് വീഴുന്നത്. അവിടെ എന്തില്ല, വേറൊരു ഫോഴ്സ് വന്നിട്ട് എന്താക്കില്ല, അതിനെ കോണ്ടാക്ട് ചെയ്യുന്നില്ല, അത് സമ്പർക്കമില്ല, ഒരു വസ്തുവായിട്ട് സമ്പർക്കമില്ല അല്ലേ. കാരണം ഭൂമിയാണ് എന്താകുന്നത്, ആ മാങ്ങയെ താഴേക്ക് പിടിച്ച് വലിക്കുന്നത്. പക്ഷേ ഭൂമിയും ആ മാങ്ങയും തമ്മിൽ എന്തില്ല, കോണ്ടാക്റ്റ് ഇല്ല, അത് തമ്മിൽ എന്തില്ല, കൂട്ടിമുട്ടുന്നില്ല. തന്നെ അത് താഴേക്ക് വീണിട്ടാണ് എന്താകുന്നത്, ഭൂമിയിലേക്ക് വരുന്നത്. അതുതന്നെ ഭൂമി സൂര്യനെ ചുറ്റുന്നു അല്ലേ. ഭൂമി സൂര്യനെ ചുറ്റുമ്പോൾ എങ്ങനെയാണ്, ഭൂമിയും സൂര്യനും തമ്മിൽ അവിടെ എന്തുണ്ട്, ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ, ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവിടെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഭൂമി സൂര്യൻ എന്താക്കുന്നില്ല, അടുത്തടുത്ത് വന്നിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാവുന്നില്ല. പക്ഷേ അത്രയും കിലോമീറ്ററുകൾ ഗ്യാപ്പിട്ടാണ് അത് ചുറ്റുന്നതെങ്കിൽ അവിടെ എന്തുണ്ട്, ഗുരുത്വാകർഷണ ബലം ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അതുതന്നെ ന്യൂക്ലിയർ ബലം അല്ലേ. എന്താണ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഇതാണ് അല്ലേ, ഫോഴ്സാണ്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ പറയുന്ന ന്യൂക്ലിയർ ഫോഴ്സൊക്കെ എന്താണ്, സമ്പർക്കരഹിത ബലമാണ്. അതിലെന്തില്ല, ഉള്ളിലുള്ള കണികളുമായിട്ട് അതുപോലെ തന്നെ നമ്മളോട് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയസും ഇലക്ട്രോണും ഇതൊന്നുമായിട്ട് എന്തില്ല, കോണ്ടാക്റ്റ് ഒന്നുമില്ല. പക്ഷെ അവിടെ എന്തുണ്ട്, ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് വൈദ്യുത കാന്തിക ബലം അല്ലേ. എന്താ വൈദ്യുത കാന്തിക ബലം എന്ന് പറയുമ്പോൾ, നമ്മളോട് നോക്കുകയാണെങ്കിൽ ചാർജും മാഗ്നറ്റും അതൊക്കെ മൂലം ഉണ്ടാവുന്ന ബലം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും, സമ്പർക്കരഹിത ബലമാണ്. കാരണം അതെന്താക്കിയാൽ മതി, കോണ്ടാക്റ്റിൽ വരേണ്ട ആവശ്യമില്ല, ഒരു നൈബർഹുഡിൽ വന്നാൽ മതി അല്ലേ. ഒരു പരിസര പ്രദേശത്തേക്ക് എന്താക്കിയാൽ മതി, അടുത്തടുത്ത് വന്നാൽ മതി. അപ്പോൾ തന്നെ അവിടെ തമ്മിൽ എന്തായി ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും, ടച്ച് ചെയ്യണമെന്നില്ല. അതുപോലെ തന്നെയാണ് പ്രതലബലം, സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത് അല്ലേ. സർഫസ് ടെൻഷൻ എന്താണ്, വാട്ടറിൽ ഓൾറെഡി ഉള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു ഇട്ടാൽ മാത്രമല്ല നമ്മൾ എന്താക്കുന്നത്, സർഫസ് ടെൻഷൻ എന്താക്കുക, ആ വെള്ളത്തിലുള്ളത് അത് ഓൾറെഡി എന്തിൻ്റെ അവിടെ വെള്ളത്തിൽ സർഫസ് ടെൻഷൻ എല്ലാ ഭാഗത്തും ഉണ്ട്. ഓക്കെ,
അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞ എന്താണ് ന്യൂക്ലിയർ ബലം എന്ന് പറഞ്ഞു അല്ലേ. പ്രകൃതിയിൽ ഏറ്റവും ശക്തമായ ബലമാണെന്ത് ന്യൂക്ലിയർ ബലം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലമാണ്. അപ്പോൾ പ്രകൃതിയിൽ ഏറ്റവും ദുർബലമായ ബലം ഗുരുത്വാകർഷണ ബലമായത് കൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത് ഈ സണ്ണിന് ചുറ്റും ഇങ്ങനെ സേഫായിട്ട് കറങ്ങുന്നത്. വളരെ സ്ട്രോങ് ആണെങ്കിൽ എന്തായേനെ, നമ്മുടെ ഭൂമിയേക്കാൾ മാസുള്ള സൂര്യൻ എന്താക്കിയേനെ നമ്മളെ പിടിച്ച് സണ്ണിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് കൊണ്ടുപോയേനെ. ഓക്കെ, അതുപോലെ തന്നെ പ്രകൃതി ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലമാണെന്ന് പറഞ്ഞു. പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ന്യൂക്ലിയർ ബലം എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ വ്യാപ്തി എന്ന് പറയുന്നത് എന്താണ്? വളരെ ചെറുതാണ്, ഷോർട്ടർ റേഞ്ച് ആണ് അല്ലേ. പക്ഷേ ഗുരുത്വാകർഷണ ബലം ഇപ്പോൾ പറഞ്ഞു സണ്ണും എർത്തും തമ്മിൽ ഗുരുത്വാകർഷണ ബലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എത്രയുണ്ട്? നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് 1 അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എന്ത്? സണ്ണും എർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പം ഗുരുത്വാകർഷണ ബലത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഗുരുത്വാകർഷണ ബലം എന്താണ്? വളരെ ലോങ് റേഞ്ച് ആയിട്ടുള്ള ഫോഴ്സാണ്, പക്ഷേ സ്ട്രെങ്ത് വളരെ കുറവാണ്. പക്ഷേ ന്യൂക്ലിയർ ഫോഴ്സ് എന്താണ്? ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഫോഴ്സാണ്, ഷോർട്ട് റേഞ്ച് ആണ്, പക്ഷേ വളരെ പവർ കൂടുതലാണ് അല്ലെങ്കിൽ ഫോഴ്സ് കൂടുതലാണ്. ഓക്കെ, ഇനി അടുത്തയാണ് ഘർഷണബലം. എന്താണ് ഘർഷണബലം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്കധികം വളരെയധികം ഉപകാരമുള്ളൊരു വസ്തുവും കൂടിയാണ്, അതുപോലെ തന്നെ എന്താണ് വളരെയധികം ദോഷമുള്ളൊരു വസ്തുവും കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ ഫ്രിക്ഷനെ പറയുന്നത് ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ എന്നാണ് പറയുക. അത്യാവശ്യമുള്ള ചെകുത്താനാണ് ആര്? ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഗുണവും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ദോഷവും ഉണ്ട്. ഓക്കെ, ഇനി എന്താണ് ഫ്രിക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ അവയ്ക്കിടയിൽ പ്രതലത്തിന് സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണബലം. ഓക്കെ, അതായത് ഏതെങ്കിലും 2 പ്രതലം എന്താണ് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ചലിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് അവയുടെ ചലനത്തിനെ എതിർക്കുന്ന തരത്തിൽ എന്താണ് ആ പ്രതലത്തിന് സമാന്തരമായിട്ടൊരു ബലം എന്താക്കും അനുഭവപ്പെടും. ഇതിനാണ് ഘർഷണബലം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ നടക്കുകയാണെങ്കിൽ നമ്മുടെ കാലും തറയും തമ്മിൽ എന്തുണ്ട്? ഒരു കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ മുന്നോട്ടാണ് നടക്കുന്നതെങ്കിൽ ഫ്രിക്ഷൻ നേരെ എവിടേക്കുണ്ട്? നേരെ കാല് നമ്മൾ മുന്നോട്ടാണ് വെക്കുന്നതെങ്കിൽ നേരെ ബേക്ക് വശത്തേക്ക് എന്തുണ്ട്? ഫ്രിക്ഷൻ എന്താക്കുന്നുണ്ട്? അനുഭവപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഘർഷണബലം എന്ന് പറയുന്നത് നമ്മുടെ പ്രതലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് വ്യത്യാസപ്പെടും. അതായത് ഇപ്പോൾ നമ്മൾ വളരെ പരുക്കനായിട്ടുള്ളൊരു തറയിൽ കൂടിയാണ് നടക്കുന്നതെങ്കിൽ അവിടെ നല്ല ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വളരെ സേഫായിട്ട് വേണമെങ്കിൽ നടക്കാം. പക്ഷേ വളരെ മിനുസായിട്ടുള്ളൊരു പ്രതലത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നതെങ്കിലോ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് വളരെ കുറവായിരിക്കും. നമ്മൾ തെന്നി വീഴാനുള്ള ചാൻസ് എന്തായിരിക്കും? വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഏത് പ്രതലത്തിലൂടെയാണോ നടക്കുന്നത് അല്ലെങ്കിൽ ആ പ്രതലത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് എന്താവും ഘർഷണബലം അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താവും വ്യത്യാസപ്പെടും. ഓക്കെ, ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് തന്നെ 2 തരത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഉരുളൽ ഘർഷണം അല്ലെങ്കിൽ റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ 2 സർഫസുകൾ അല്ലെങ്കിൽ പ്രതലങ്ങൾ കോണ്ടാക്റ്റിൽ വന്നാൽ അവിടെ തീർച്ചയായിട്ടും ആരുണ്ടാവും? ഫ്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു വസ്തു എന്താണ് മറ്റൊരു വസ്തുവിന് മുകളിലൂടെ ഉരുട്ടി നീക്കുകയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഘർഷണബലമാണ് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളോട് നോക്കുകയാണെങ്കിൽ ഒരാൾ എന്താക്കണത് ഒരു കല്ലിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവാണ്. അപ്പോൾ എളുപ്പത്തിൽ എന്താക്കാൻ ഉരുട്ടിക്കൊണ്ട് പോവാം. പക്ഷേ ആ ഗ്രൗണ്ടും ആ കല്ലുമായിട്ട് അവിടെ എന്തുണ്ട്? ഒരു ഘർഷണം ഉണ്ട് അല്ലേ. ആ ഘർഷണത്തിന് നമ്മൾ ഉരുളൽ ഘർഷണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതാണ് നിരങ്ങൽ ഘർഷണം. എന്താണ് നിരങ്ങൽ ഘർഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താണ് നിരങ്ങൽ ഘർഷണം എന്ന് നമുക്ക് നോക്കാം. ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിലൂടെ നിരങ്ങി നീങ്ങുമ്പോൾ അനുഭവപ്പെടുന്ന ഘർഷണബലമാണ് നിരങ്ങൽ ഘർഷണം എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒരു പാറ എന്തെങ്കിലും ഉണ്ടെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിങ്ങനെ നേരെ പിടിച്ചിങ്ങനെ നിരക്കി നീക്കുക അല്ലെങ്കിൽ നിരക്കിയിട്ട് തള്ളുക എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗ്രൗണ്ടും ആ പാറയും തമ്മിൽ അവിടെ ഉണ്ടാകുന്ന ഘർഷണത്തിനെയാണ് നമ്മൾ പറയുക നിരങ്ങൽ ഘർഷണം എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇവിടെ ഉരുളൽ ഘർഷണമുണ്ട്, നിരങ്ങൽ ഘർഷണമുണ്ട് അല്ലേ. ഇതിൽ ഏതിലായിരിക്കും എളുപ്പത്തിൽ നമുക്ക് ആ കല്ലിനെ ഉന്തി മാറ്റാൻ വേണ്ടി പറ്റുക? ഇപ്പം ഇങ്ങനെ ഈ കല്ലിനെ നമ്മളിങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നടന്നത് ഉരുളൻ ഷേപ്പുള്ള കല്ലുകാണൊക്കെയാണ് നമുക്ക് എന്താക്കിയാൽ മതി? അതിനെ വലിച്ചെടുക്കുന്നതിന് പകരം ഉരുട്ടിക്കൊണ്ടുപോയാൽ മതി അല്ലേ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം,
ഈ വസ്തുക്കളെ ഉന്തി നീക്കി കൊണ്ടുപോകുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് എന്താക്കാം, ഉരുട്ടി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. നമ്മൾ പലപ്പോഴും കനമുള്ള കുറേ വസ്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്താക്കും, അതിനെ വലിച്ചു കൊണ്ടുപോവാതെ ഉരുട്ടി ഉരുട്ടി എന്താക്കും, കൊണ്ടുപോകാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് കാരണം എന്താണ്, ഉരുളൽ ഘർഷണം എന്താണ്, നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് പറയാം റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് നമുക്ക് എന്താക്കാൻ വേണ്ടി പറ്റും, പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ഒരു തത്വമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ശരിക്കും എന്താക്കിയിട്ടുള്ളത്, നമ്മുടെ വാഹനങ്ങളുടെയൊക്കെ ടയർ നമ്മൾ റൗണ്ട് ഷേപ്പിൽ എടുക്കാനുള്ള കാരണം അത് ഉരുണ്ടു പോകുമ്പോൾ എന്താണ്, ഘർഷണം വളരെ എന്തായിരിക്കും, കുറവായിരിക്കും, നമുക്ക് എളുപ്പത്തിൽ സഞ്ചരിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇനി ഈ ഘർഷണം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്, ഒരു നെസസറി ഈവിളാണ് അല്ലേ, അത്യാവശ്യമുള്ള ചെകുത്താനാണ് ആര്, ഘർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഘർഷണം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ തീപ്പെട്ടിയെ കുറച്ച് കത്തിക്കണമെങ്കിൽ എന്ത് വേണം, ആ തീപ്പെട്ടിക്കുള്ളി അതിലേക്ക് ഉരയ്ക്കണം അല്ലേ, അപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതുമൂലമാണ് എന്താകുന്നത്, ആ തീപ്പെട്ടി കത്തുന്നത്. നമുക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നതിന് കാരണം എന്താണ്, അതും ഘർഷണമാണ് അല്ലേ. നമ്മൾ നടക്കുമ്പോൾ നമ്മൾ നടക്കുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്തുണ്ട്, എതിർ ദിശയിൽ നമ്മുടെ എവിടെയാണോ നമ്മൾ ചവിട്ടുന്നത് ആ ചവിട്ടുന്ന ഭാഗത്ത് നിന്ന് എന്താണ്, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുമൂലമാണ് നമുക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പം നമ്മൾ വസ്തുക്കളെ കയ്യിൽ ഇങ്ങനെ ടൈറ്റായിട്ട് പിടിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നതിന് കാരണം എന്താണ്, ഈ ഘർഷണം ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ഘർഷണം കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് എന്താണ്, വളരെയധികം ദോഷങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടീൻ്റെയൊക്കെ ടയറൊക്കെ പെട്ടെന്ന് തേയുന്നതിന് കാരണം എന്താണ്, ഈ പറയുന്ന ഘർഷണം ഉള്ളത് കൊണ്ടാണ് അല്ലേ. നമ്മൾ പെൻസിലൊക്കെ എഴുതുന്ന സമയത്ത് ആ പെൻസിലിൻ്റെ അറ്റമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തീർന്നു പോകാറുണ്ടല്ലേ, അതിന് കാരണം എന്താണ്, ഈ പറയുന്ന ഘർഷണമാണ്. ഓക്കെ, അപ്പോൾ ഒരുപാട് സ്ഥലത്ത് നമുക്കിപ്പോൾ വണ്ടിയുടെ തേയ്മാനമൊക്കെ വരുന്നതിന് കാരണം എന്താണ്, ഘർഷണമാണ് അല്ലേ. അപ്പോൾ ഈ ഘർഷണം കുറയ്ക്കുവാനുള്ള വിവിധ മാർഗങ്ങളുണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണെന്ത്, മിനുസപ്പെടുത്തൽ അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ ഇങ്ങനെ എപ്പോഴും ഉരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ രണ്ട് വസ്തുക്കൾ നമ്മൾ നല്ല മിനുസപ്പെടുത്തി കഴിഞ്ഞാൽ എന്താക്കുക, അവിടുത്തെ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. അതിനിപ്പോൾ വേണമെങ്കിൽ നമുക്ക് അതിന് എക്സാമ്പിളൊക്കെ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്താണ്, ഇപ്പോൾ നമ്മൾ ക്യാരംസ് ബോർഡിലൊക്കെ നമ്മളിങ്ങനെ കളിക്കുന്ന സമയത്ത് എന്താണ്, ക്യാരം ബോർഡ് കളിക്കുന്ന സമയത്ത് നമ്മൾ ആ ക്യാരം ബോർഡിലേക്ക് പൗഡർ ഇടാറുണ്ട് അല്ലേ, സ്ട്രൈക്കറൊക്കെ നമ്മൾ സ്പീഡിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാരണം എന്താണ്, അവിടെ ആ പൗഡർ ഇടുമ്പോൾ അവിടെ മിനുസാവും. ആ മിനുസത്തിലൂടെ എന്താവും, ഇത് പെട്ടെന്ന് ഇങ്ങനെ മൂവ് ചെയ്യും, അപ്പോൾ അത് മിനുസപ്പെടും അല്ലേ. ഓക്കെ, അടുത്തയാണെന്ത്, സ്നേഹകങ്ങൾ ഉപയോഗിക്കൽ. ഈ സ്നേഹകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലൂബ്രിക്കൻസ് ആണ്. ഓയിലുകൾ ഒക്കെയാണ് നമ്മൾ എന്താക്കുന്നത്, സ്നേഹകങ്ങൾ നമ്മൾ എന്താക്കുന്നത് പറയുന്നത് ലൂബ്രിക്കൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള ലൂബ്രിക്കൻസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നമ്മൾ എണ്ണ മറ്റേ ഓയിൽ ടൈപ്പുള്ള എന്താണ്, നമ്മൾ ലിക്വിഡ് ഫോമിലുള്ള സ്നേഹങ്ങളാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ബോൾ അല്ലെങ്കിൽ നീഡിൽ ബെയറിങ്ങുകൾ ഉപയോഗിക്കൽ. എന്താണ് നീഡിൽ ബെയറിങ്ങുകൾ എന്നൊക്കെ പറഞ്ഞാൽ, നമ്മുടെ കപ്പിയുടെയൊക്കെ ഉള്ളിൽ കാണുന്നതും നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രീ വീല് പോലെയൊക്കെ കാണുന്നതൊക്കെ ഇല്ലേ, അതൊക്കെയാണ് എന്ത്, നീഡിൽ ബെയറിങ് അല്ലെങ്കിൽ ബോൾ ബെയറിങ്. ഈ നീഡിൽ ബെയറിങ്ങും ബോൾ ബെയറിങ്ങൊക്കെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രിൻസിപ്പിളാണ്. എന്താണ്, റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ലെസ് ദാൻ സ്ലൈഡിങ് ഫ്രിക്ഷൻ അല്ലേ. റോൾ ചെയ്യുന്ന ഫ്രിക്ഷൻ എന്താണ്, സ്ലൈഡ് ചെയ്യുന്ന ഫ്രിക്ഷനേക്കാൾ എന്താണ്, വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ നീഡിൽ ബെയറിങ്ങും ബോൾ ബെയറിങ്ങും നമ്മൾ എന്താക്കുന്നത്, ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാർഗമാണത് ധാരാരഹിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. എന്താണ് സ്ട്രീം ലൈനിങ് എന്ന് നമുക്ക് നോക്കാം. ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. ഓക്കെ, എന്താണ്, നമ്മൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, വസ്തുക്കളുടെ ഷേപ്പ് നമ്മൾ എന്താക്കുകയാണ്, ഏറ്റവും ഫ്രിക്ഷൻ കുറഞ്ഞ രീതിയിൽ രൂപപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ സ്ട്രീം ലൈനിങ് അല്ലെങ്കിൽ ധാരാരഹിതമാക്കൽ നമ്മൾ പറയുന്നത്. അതിന് എക്സാമ്പിളുകൾ ഒരുപാടുണ്ട് അല്ലേ. എന്തൊക്കെയാണ്, നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ റോക്കറ്റ്, സ്പേസ് ഷട്ടിൽ, വിമാനം അല്ലേ, അങ്ങനെ എയ്റോപ്ലെയിൻ അല്ലേ, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ ഫ്രണ്ട് വശം നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര കൂർത്തതായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്, അതിന് നമുക്കറിയാം എന്താണ്, ഈ പറയുന്ന റോക്കറ്റ് ആയാലും എയ്റോപ്ലെയിൻ ആയാലും ജെറ്റ് ആയാലും അങ്ങനെയുള്ള എന്ത് വസ്തുക്കളായാലും എയറിലൂടെ സഞ്ചരിക്കുമ്പോൾ എയറിന് എന്തുണ്ട്, അവിടെ ഫ്രിക്ഷൻ ഉണ്ട്. അപ്പോൾ എയറിന് ഇങ്ങനെ തുളച്ച് കീറി ഇങ്ങനെ പോകണമെങ്കിൽ എന്തായിരിക്കണം, അതിൻ്റെ അറ്റം ഇങ്ങനെ കൂർമ്പിച്ച പോലെ ഉണ്ടാവണം അല്ലേ, കൂർത്തതായിരിക്കണം അല്ലേ. അപ്പോൾ അതെന്താണ്, ആ ഡിസൈൻ അവിടെ ഇടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡിസൈൻ ചെയ്യാനുള്ള കാരണം എന്താണ്, എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാനാണ്. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോട്ടുകളുടെയൊക്കെ അടിവശം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ കൂർത്ത പോലെയാണ് വരും. ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ വീതി കൂടിയിട്ട് അടിയിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെ എന്താണ്, വളരെ കട്ടി കുറഞ്ഞിട്ട് അടിയിൽ കൂടി എന്താണ്, വളരെ ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ പോലെ മാത്രമാണ് ഉണ്ടാവാറുള്ളത്. അതിൻ്റെ കാരണം എന്താണ്, ഈ പറയുന്ന വെള്ളത്തിന് അല്ലേ, വാട്ടറിന് അവിടെ എന്തുണ്ട്,
ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് ശരിക്കും, അല്ലേ? കാരണം ബോട്ട് മുന്നോട്ടാണ് നീങ്ങുന്നതെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് നേരെ ബോട്ട് നീങ്ങുന്നതിന് എതിർ ദിശയിലേക്ക് എന്തുണ്ട്? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അവിടെ ഉണ്ട്, വെള്ളത്തിൻ്റെ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫ്രിക്ഷൻ ഫോഴ്സ് കുറയ്ക്കണമെങ്കിൽ എന്താക്കണം? ഈ പറയുന്ന ബോട്ടിൻ്റെ അടിവശത്തേക്ക് നമ്മൾ എന്താക്കുന്നു? ഇങ്ങനെ വളരെയധികം ചെരിച്ച് ഇങ്ങനെ കൂർമ്പിച്ച പോലെ എന്താക്കുന്നു? നമ്മൾ വെക്കുന്നു. അപ്പോൾ എന്താണ് പറ്റുക? ഈ പറയുന്ന ബോട്ടിൻ്റെ എന്താവുന്നു? ഫ്രിക്ഷൻ കുറഞ്ഞിട്ട് വളരെയധികം സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്താക്കുന്നത്? ഈ എയറിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ് നമ്മൾ കാണുന്ന കാർ റേസിലൊക്കെ ഉള്ള കാറുകൾ എന്താണ്? എയറോഡൈനാമിക് ഡിസൈനിൽ നമ്മൾ എടുക്കാറുണ്ട്, അല്ലേ? അതെന്താണ്? വളരെ ഹൈറ്റൊക്കെ കുറഞ്ഞിട്ട് ഫ്രണ്ടൊക്കെ ഇങ്ങനെ വളരെയധികം കൂർത്തിട്ടൊക്കെയാണ് ഉണ്ടാവുക. അതിൻ്റെ കാരണം എന്താണ്? ഈ പറയുന്ന എയറിൻ്റെ ഫ്രിക്ഷൻ കുറയ്ക്കാനാണ്. അപ്പോൾ ഈ ധാരാരഹിതമാക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഘർഷണം കുറയ്ക്കത്തക്ക വിധം വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ എന്താക്കുന്നത്? ധാരാരഹിതമാക്കൽ എന്ന് നമ്മൾ എന്താക്കുന്നത്? പറയുന്നത്. ഓക്കെ. സ്നേഹകങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ലൂബ്രിക്കൻസ് ആണ്, അല്ലേ? ഓക്കെ. ഈ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ സ്നേഹകങ്ങൾ എന്ന് നമ്മൾ എന്താക്കുന്നത്? പറയുന്നത്. ഖരരൂപത്തിലുള്ള സ്നേഹകമാണെന്ത്? ഗ്രാഫൈറ്റ്, അല്ലേ? എന്താ ഗ്രാഫൈറ്റ് എന്ന് പറയുമ്പോൾ? ഗ്രാഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? പെൻസിലിൻ്റെ ഒക്കെ അറ്റത്തുള്ള ലെഡ്, അല്ലേ? ആ കറുത്ത ഇതിനെയാണ് നമ്മൾ ഗ്രാഫൈറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മുടെ ബാഗിൻ്റെ സിബൊക്കെ കേടായി കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും? പെൻസിൽ വെച്ച് അവിടെ ഉരയ്ക്കാറുണ്ട്, അല്ലേ? അതിൻ്റെ കാരണം എന്താണ്? ഗ്രാഫൈറ്റ് എന്താണ്? ഈ പറയുന്ന ലൂബ്രിക്കൻ്റ് ആണ്. അപ്പോൾ സിബ് കേടായ സിബൊക്കെ ചിലപ്പോൾ എന്താവും? ഫ്രിക്ഷൻ കുറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് തെന്നി ഇവിടേക്ക് വരും. ഓക്കെ. അപ്പോൾ ഖരരൂപത്തിലുള്ള സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. നമ്മൾ ലിക്വിഡ് ഫോമിലാണ് സാധാരണയായിട്ട് ലൂബ്രിക്കൻസ് ഒക്കെ ഉപയോഗിക്കുക, അല്ലേ? ഓയിലിൻ്റെ ഫോം, ഗ്രീസിൻ്റെ ഒക്കെ ഫോമിലൊക്കെയാണ് നമ്മൾ ലൂബ്രിക്കൻസ് ഉപയോഗിക്കുക. അപ്പോൾ ഖരരൂപത്തിലുള്ള സ്നേഹമായിട്ട് അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണെന്ത്? ഗ്രാഫൈറ്റ്. അത് ഓർത്ത് വെക്കുക. യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഉരുളൽ ഘർഷണം എന്താണ്? നിരങ്ങൽ ഘർഷണത്തെക്കാൾ വളരെ കുറവാണ്, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബോൾ ബെയറിങ്ങോ അല്ലെങ്കിൽ നീഡിൽ ബെയറിങ്ങോ ഒക്കെ നമ്മൾ എന്താക്കുന്നത്? ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് ഭാരം. എന്താണ് ഭാരം എന്ന് പറയുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ മാസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലേ? ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള പിണ്ഡത്തിൻ്റെ അളവ് ആണ് നമ്മൾ എന്താക്കുന്നത്? നമ്മൾ അതിൻ്റെ മാസ്സായിട്ട് നമ്മൾ പറഞ്ഞത്, അല്ലേ? പക്ഷേ എന്താണ് ഭാരം എന്ന് പറയുന്നത്? ഭാരം എന്ന് പറയുന്നത് ഒരു മാസിൽ എന്താണ്? ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്താക്കുന്നത്? ഭാരം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം, ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഏതെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ അതിലടങ്ങിയിരിക്കുന്ന പിണ്ഡത്തിൻ്റെ അളവ്, അതാണ് മാസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ മാസിനെ എന്താക്കുന്നു? ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് എന്താക്കുന്നു? താഴേക്ക് ഇങ്ങനെ വലിക്കുന്നുണ്ട്, അല്ലേ? ഭൂമിയുടെ സെൻറ്ററിലേക്ക് വലിക്കുന്നുണ്ട്. ആ വലിക്കുന്ന ആകർഷണ ബലം, ആ ബലം ആണ് അതിൻ്റെ ഭാരം എന്ന് പറയുന്നത്. ആ ആകർഷണ ബലം ആണ് അതിൻ്റെ ഭാരം എന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം എന്താണ്? കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൻ്റെ ഭാരം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, ഈ ആകർഷണ ബലമാണ് ഭാരം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബലത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? F=m×a ആണ്, അല്ലേ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ഇവിടെ ഭൂമി എന്താക്കുന്നുണ്ട്? ഇതിനെ താഴേക്ക് വലിക്കുന്നുണ്ട്, അല്ലേ? ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ്. അപ്പോൾ ആ ഭൂമി താഴേക്ക് ഇതിനെ വലിക്കുന്ന ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, അല്ലെങ്കിൽ ഗുരുത്വാകർഷണ ത്വരണമാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ F=m, പകരം എന്താണ്? g ആണ് വരിക. അവിടെ എന്താണ് g എന്ന് പറയുന്നത്? 9.8 m/s² ആണ്, അല്ലേ? അതിനാണ് നമ്മൾ ഗുരുത്വാകർഷണ ത്വരണം എന്നൊക്കെ നമ്മൾ പറയുന്നത്. സാധാരണയ്ക്ക് ഇത് പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇതിനെ റൗണ്ട് ചെയ്തിട്ട് 10 ഒക്കെ എടുക്കാറുണ്ട്, 10 m/s² എന്നൊക്കെ എടുക്കാറുണ്ട്. ജിയുടെ കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 m/s² ആണ്. ഓക്കെ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം കാണണമെങ്കിലുള്ള ഇക്വേഷൻ എന്താണ്? F=mg ആണ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ. ഇനി ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു വസ്തുവിന് ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ഒരേ ഭാരമല്ല ഉള്ളത് എന്നുള്ള കാര്യം നമ്മൾ ഓർത്തു വെക്കുക. ഓക്കെ. ഭൂമിയിൽ എല്ലാ ഭാഗത്തും ഒരു വസ്തുവിൻ്റെ ഭാരം സെയിം അല്ല. ഇപ്പം ഞാനൊരു 5 കിലോ ഉള്ള ഒരു വസ്തു ഭൂമധ്യരേഖയെ കൊണ്ടുവച്ച് കഴിഞ്ഞാലും അല്ലെങ്കിൽ ധ്രുവപ്രദേശത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാലും അവ തമ്മിലുള്ള ഭാരത്തിന് എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. അവൻ്റെ മാസ് തമ്മിൽ മാറില്ല, മാസ് സെയിം ആയിരിക്കും. പക്ഷെ എന്താണ്?
അതിൻ്റെ ഭാരത്തിന് വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൂല്യം കുറവായിരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഭൂമധ്യരേഖാ പ്രദേശത്ത് എന്താണ് നമ്മൾ എടുക്കുന്ന ഒരു വസ്തുവിനെ ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് വലിക്കുന്നതിൻ്റെ പവർ എന്തായിരിക്കും? കുറവായിരിക്കും. ആ ഒരു ആകർഷണ ബലം എന്തായിരിക്കും? കുറവായിരിക്കും, അല്ലേ? എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം വളരെ കൂടുതലായിരിക്കും. അതായത് നമ്മൾ ധ്രുവപ്രദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഭാരമുള്ളൊരു വസ്തുവിനെ നമ്മൾ കയ്യിലെടുത്ത് പിടിച്ചാൽ എന്താണ് ആ വസ്തുവിനെ എന്താക്കും? ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് താഴേക്ക് എന്താക്കും? പെട്ടെന്ന് എന്താക്കുന്നു? വലിക്കുന്നു. അതായത് ഈ ചിലപ്പം ഭൂമധ്യരേഖാ പ്രദേശത്ത് ചിലപ്പം ഈ പറയുന്ന ജിയുടെ വാല്യൂ ചിലപ്പോൾ 9.8 അല്ലെങ്കിൽ 9.6 ഒക്കെ ആയിരിക്കും വരിക. എന്നാലും ധ്രുവപ്രദേശത്ത് ചിലപ്പോൾ 9.10 ആണ് ചിലപ്പോൾ വരിക. ഓക്കെ, ഇതിന് വലിയൊരു എക്സാമ്പിൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്പേസ് സ്റ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടേക്കൊക്കെ നമ്മൾ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ, സാറ്റലൈറ്റൊക്കെ നമ്മൾ എവിടെ നിന്നാണ് വിക്ഷേപിക്കുക? ഇപ്പം നമ്മളിവിടെ ഇന്ത്യയിൽ തന്നെ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ എന്തുണ്ട്? തിരുവനന്തപുരത്ത് എന്തുണ്ട്? ISROയുടെ ഇതുണ്ട്. അതുപോലെ തന്നെ എന്താണ് ആന്ധ്രാപ്രദേശൊക്കെ നോക്കുവാണെങ്കിൽ VSS ഒക്കെ ഉണ്ട്, അല്ലേ? എന്താണ് പ്രത്യേകത? ഇതൊക്കെ ഭൂമധ്യരേഖാ പ്രദേശത്തോട് അടുത്തായിരിക്കും. അതുകൊണ്ട് തന്നെ റോക്കറ്റ് മുകളിലേക്ക് പൊങ്ങുമെന്നാണ് ഈ പറയുന്ന ഭൂമി അതിനെ താഴേക്ക് പിടിച്ച് വലിക്കും ആ റോക്കറ്റിനെ, അല്ലേ? അപ്പോൾ ഭൂമധ്യരേഖാ പ്രദേശത്താണെങ്കിൽ എന്താണ് പറ്റുക? ജിയുടെ മൂല്യം എന്താണ്? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ റോക്കറ്റിന് താഴേക്കുള്ള വലിവ് കുറവായിരിക്കും. എളുപ്പത്തിൽ തന്നെ മുകളിലേക്ക് പൊങ്ങിപ്പോകാൻ വേണ്ടി പറ്റും. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ ജിയുടെ മൂല്യം എന്താണ്? വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ റോക്കറ്റൊക്കെ ലോഞ്ച് ചെയ്താൽ എന്തായിരിക്കും? ആ റോക്കറ്റിന് താഴേക്കുള്ള വലിവ് ഭയങ്കര കൂടുതലായിരിക്കും. വളരെ പവറുള്ള റോക്കറ്റൊക്കെ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്? ഈ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷനും അതുപോലെ തന്നെ സാറ്റലൈറ്റ് ലോഞ്ചിങ് സ്റ്റേഷനൊക്കെ എന്താക്കുന്നത്? ഭൂമധ്യരേഖാ പ്രദേശത്തോട് അടുത്ത് നമ്മൾ വെക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നിർബാധ പതനം എന്ന് നമുക്ക് നോക്കാം. അത് നമ്മൾ ഫ്രീ ഫാൾ എന്നാണ് പറയുക. ഓക്കെ, എന്താണ് ഫ്രീ ഫാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്നും സ്വതന്ത്രമായി താഴോട്ട് വീഴാൻ അനുവദിച്ചാൽ അത് ഗുരുത്വാകർഷണ ബലം കാരണം ഭൂമിയിലേക്ക് പതിക്കുന്നതാണ് നിർബാധ പതനം എന്ന് പറയുന്നത്. അതായത് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ നമ്മളൊരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? മരത്തിൽ നിന്നും മാങ്ങയൊക്കെ വീഴുന്നത് എന്താണ്? നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ സമ്പർക്കരഹിത ബലമാണെന്ന് നമ്മൾ പഠിച്ചു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു മാങ്ങ താഴേക്ക് വീഴുമ്പോൾ അതിലുണ്ടാവുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ഉണ്ടാവുന്ന ബലമെന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ബലം മാത്രമേ ഉള്ളൂ. ആ ഗുരുത്വാകർഷണ ബലം മൂലമാണ് എന്താക്കുന്നത്? ആ മാങ്ങ ഇപ്പം മരത്തിൽ നിന്ന് എന്താക്കുന്നത്? താഴേക്ക് വീഴുന്നത്. ആ മാങ്ങയുടെ പതനത്തിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? നിർബാധ പതനം അല്ലെങ്കിൽ ഫ്രീലി ഫാൾ എന്നല്ലെങ്കിൽ ഫ്രീ ഫാൾ എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പോയിന്റ്സുകളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നിർബാധ പതനത്തിൽ പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം എന്താണ്? 0 ആയിരിക്കും. ഓക്കെ, ഒരു വസ്തു എന്താണ് മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ അത് ഗുരുത്വാകർഷണ ബലം മാത്രം മൂലമാണ് വീഴുന്നതെങ്കിൽ അതിൻ്റെ ഭാരം നമ്മളെന്താണ്? 0 ആയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? എടുക്കുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കൾ ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും എന്ന് പറഞ്ഞത് ആരാണ്? ഗലീലിയോ ആണ് അത് പറഞ്ഞത്. ഗലീലിയോ അത് പ്രൂവ് ചെയ്താണ്. അതായത് നമ്മളിപ്പോൾ ഒരു കല്ലും ഒരു തൂവലും ഒരേ സമയം നമ്മൾ ഒരേ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ഭൂമിയിലേക്ക് എന്താണ് പതിക്കുന്ന സമയം എന്തായിരിക്കും? ഒരേ സമയത്തായിരിക്കും പതിക്കുക. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? തൂവൽ ചിലപ്പോൾ ഇങ്ങനെ കാറ്റത്തൊക്കെ ആടി മെല്ലെ മെല്ലെയാണ് വീഴുക, കല്ല് ആദ്യം വീഴുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരേ പിണ്ഡമുള്ള വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കൾ എന്താണ് ഭൂമിയിലേക്ക് പതിക്കുന്നത്, നിർബാധം പതിക്കുന്നത് എന്തായിരിക്കും? ഒരേ സമയത്തായിരിക്കും എന്ന് എന്താക്കുക? ഓർത്തു വെക്കുക. അത് പ്രൂവ് ചെയ്ത ആരാണ്? ഗലീലിയോ ആണ് എന്താക്കുന്നത്? അത് പ്രൂവ് ചെയ്തത്. അതുപോലെ തന്നെ നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരമില്ലായ്മ അനുഭവപ്പെടാൻ കാരണം എന്താണ്? അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ടാണ്. കാരണം അതെന്താക്കണം? താഴേക്ക് വരുവാണെങ്കിൽ തിരിച്ച് മുകളിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് അവിടെ വേണം ശരിക്കും, അല്ലേ? കാരണം നമുക്ക് എന്ത് പറഞ്ഞാലും എന്താണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ എന്താണ്? നിർബാധം താഴേക്ക് പതിക്കുന്ന വസ്തുക്കൾക്ക് അവിടെ എന്തില്ല? റിയാക്ഷൻ ഫോഴ്സ് ഇല്ല എന്നുള്ള കാര്യം എന്താക്കുക? ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. നിർബാധം താഴേക്ക് വരിക വെച്ചാൽ ഗുരുത്വാകർഷണ ബലം കാരണം എന്നാണ് ഭൂമിയിലേക്ക് പതിക്കുക എന്നുള്ളതാണ്, അല്ലേ?
നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ എന്താണ് ഭാരം 0 ആയിരിക്കും. കാരണം അവിടെ എന്തില്ല, ഒരു പ്രതിബലം അല്ലെങ്കിൽ എന്താണ് റിയാക്ഷൻ ഫോഴ്സ് അവിടെ ഇല്ല. അതുപോലെ വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കൾ ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും. ഇപ്പോൾ ഒരു കല്ലും ഒരു തൂവലും നമ്മൾ എന്താണ് താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് രണ്ടും പതിക്കുന്ന സമയം എന്തായിരിക്കും, ഒരേ സമയത്തായിരിക്കും അത് ഭൂമിയിൽ പതിക്കുക. ഇനി എന്താണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത്? നമ്മൾ പഠിച്ചു വ്യാപക മർദ്ദം അല്ലെ, നമ്മൾ ത്രസ്റ്റ് എന്നാണ് പറയുക, മർദ്ദത്തിന് നമ്മൾ പ്രഷർ എന്നാണ് പറയുക. വ്യാപക മർദ്ദം നമ്മൾ യൂണിറ്റുകളും അളവുകളും എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. ത്രസ്റ്റിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നും മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞത് പാസ്കൽ ആണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ആകെ ബലത്തെ വ്യാപക മർദ്ദം എന്നും യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ മർദ്ദം എന്നും നമ്മൾ പറയുന്നു. അതായത് ഇപ്പോൾ ഞാനൊരു ഡെസ്കിൽ ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ അമർത്തുക എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അവിടെ അനുഭവപ്പെടുന്ന മൊത്തം ബലമാണെന്ത്, വ്യാപക മർദ്ദം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. പക്ഷെ ഞാൻ അവിടെ ആ അമർത്തിയിരിക്കുന്ന കൈയിൻ്റെ അവിടെ വെച്ച് ഞാൻ നോക്കിയിട്ടെന്താണ്, അവിടെ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എങ്ങാനും എടുത്തിട്ട് ആ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറിൽ മാത്രം അനുഭവപ്പെടുന്ന മർദ്ദം നമ്മൾ നോക്കുക എന്ന് കരുതുക. ഓക്കെ, അതിനെ നമ്മൾ എന്താണ് പറയുന്നത്, മർദ്ദം എന്നാണ് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. അതായത് യൂണിറ്റ് പരപ്പളവ്, യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദത്തെ നമ്മൾ മർദ്ദം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതായത് ഒരു പ്രതലത്തിൽ ലംബമായിട്ട് അനുഭവപ്പെടുന്ന മൊത്തം ബലമാണ് വ്യാപക മർദ്ദം. ആ മൊത്തം സ്ഥലത്ത് വ്യാപിച്ചിരിക്കുന്ന മർദ്ദമാണ് വ്യാപക മർദ്ദം എന്ന് പറയുന്നത്. എന്നാൽ മർദ്ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ ആണ്. അതായത് വ്യാപക മർദ്ദം ഹരിക്കണം ഏരിയ എന്നുള്ളതാണ് അല്ലേ, അല്ലെങ്കിൽ പരപ്പളവ് അല്ലേ. വ്യാപക മർദ്ദം ഹരിക്കണം പരപ്പളവാണ്. അതായത് യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വ്യാപക മർദ്ദമാണ് മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മർദ്ദത്തിന് വേണമെങ്കിൽ നമുക്ക് വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ് എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അപ്പം നമുക്ക് നോക്കുകയാണെങ്കിൽ വ്യാപക മർദ്ദം അതിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ് അല്ലേ. പരപ്പളവ് എന്ന് പറയുമ്പോൾ ഏരിയ ആണ്. ഏരിയയുടെ യൂണിറ്റ് എന്താണ് വരിക, മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്താണ് വരിക, മർദ്ദത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് വരിക. ഈ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ നമ്മൾ എന്താണ് പറയുന്നത്, പാസ്കൽ എന്നാണ് പറയുന്നത്. അപ്പം മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്, പാസ്കലാണ്. വ്യാപക മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ് അല്ലേ. ഓക്കെ, ഈ മർദ്ദവും വ്യാപക മർദ്ദവും തമ്മിലൊക്കെയുള്ള റിലേഷനൊക്കെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്താക്കണം, ഓർത്തിരിക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ പരപ്പളവ് കൂടിയാൽ എന്ത് പറ്റും അല്ലെങ്കിൽ പരപ്പളവ് കുറഞ്ഞാൽ മർദ്ദത്തിന് എന്ത് പറ്റും എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുമ്പോൾ സമ്പർക്കത്തിൽ വരുന്ന പ്രതലത്തിൻ്റെ പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുന്നു, പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ മർദ്ദം എന്ന് വെച്ചാൽ വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പരപ്പളവ് കൂടിയാൽ എന്താ പറ്റുക, അടിയത്തെ സംഖ്യ വലുതായി മുകളിലത്തെ സംഖ്യ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക എന്ന് കരുതുക. മർദ്ദം കോൺസ്റ്റൻ്റ് ആണെന്ന് കരുതുക. പരപ്പളവ് കൂട്ടി കഴിഞ്ഞാൽ എന്താ പറ്റുക, ഈ ഒരു സംഖ്യ ഡിവൈഡഡ് ബൈ അടിയിലെ വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താക്കും, മർദ്ദം എന്തായിപ്പോൾ കുറഞ്ഞു പോകും അല്ലേ. അതായത് പരപ്പളവ് കൂടുമ്പോൾ എന്താ പറ്റുക, മർദ്ദം കുറയും. ഓക്കെ, ഇതിനിപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മളൊരു ആണിയിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയുന്നതാണ്, ഒരാണിയിൽ നമ്മളിങ്ങനെ കയറി നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആണി നമ്മുടെ കാലിൽ ഇങ്ങനെ കുത്തി കയറി പോകും. പക്ഷെ അതേസമയം ഒരാണി അടിച്ച ഒരുപാട് ആണികൾ അടിച്ചൊരു പലകയിൽ നമ്മൾ കയറി കിടക്കുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റുകയില്ല. കാരണം എന്താണ്, ഈ പറയുന്ന മർദ്ദം എല്ലാ ഭാഗത്തേക്ക് എന്താക്കും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ പരപ്പളവ് കൂടുന്തോറും എന്താണ് പറ്റുന്നത്, മർദ്ദം എന്താവും, കുറയുന്നു. ഓക്കെ, അല്ലെങ്കിൽ പരപ്പളവ് കുറയുമ്പോൾ എന്താവും, മർദ്ദം കൂടുന്നു. ഈ മർദ്ദം എന്ന് പറയുന്നത് അവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഒരു യൂണിറ്റ് ഏരിയയിലുള്ള ഫോഴ്സ് കൂടുന്നു എന്നാണ്. ഓക്കെ, അതായത് ഇപ്പം ഞാനൊരു ആണി ചവിട്ടിക്കഴിഞ്ഞാൽ ആ ആണിയുടെ അറ്റം കൂർത്തതാണെങ്കിൽ അവിടെ എന്താണ്, പരപ്പളവ് കുറവാണ്. അപ്പോൾ പരപ്പളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക, മർദ്ദം കൂടും, അത് കാലിലേക്ക് തുളച്ച് കയറിപ്പോവും അല്ലേ. പക്ഷേ ഒരു കുറുമ്പന ഇല്ലാത്ത ഒരാണിയാന്ന് കരുതുക, കൂർത്തതല്ലാത്തൊരാണിയാന്ന് കരുതുക. അപ്പോൾ അതിൻ്റെ അവിടുത്തെ ആ അറ്റത്തുള്ള ഏരിയ വളരെ കൂടുതലല്ലേ. അപ്പോൾ അവിടെയുള്ള കുത്തിക്കയറാനുള്ള മർദ്ദം, ആ കുത്തിക്കയറാനുള്ള ഫോഴ്സ് എന്താവും, കുറയും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ
പറയുന്നതാണ് മുനയൊടിഞ്ഞ ആണി ചുമരിൽ കയറ്റാൻ പ്രയാസമാണ്, എന്നാൽ കൂർത്ത ആണി ചുമരിൽ കയറ്റാൻ എന്താണ് എളുപ്പമാണ്. കാരണം എന്താണ്, മുനയൊടിഞ്ഞ ആണി എന്ന് പറയുമ്പോൾ എന്താണ്, അതിൻ്റെ മുനയില്ല, അവിടെ വലിയൊരു ഭാഗമായിരിക്കും ഉണ്ടാവുക അല്ലേ. അപ്പോൾ അത് പരപ്പളവ് എന്താക്കി വളരെയധികം കൂടി അല്ലേ. അപ്പോൾ എന്താണ് പറ്റുന്നത്, പരപ്പളവ് എന്താക്കുന്നുണ്ട്, കൂടിക്കഴിഞ്ഞാൽ എന്താക്കും, മർദ്ദം എന്താക്കും, കുറയാ, അടിച്ച് കയറിപ്പോകാനുള്ള ഫോഴ്സ് എന്തായി പോകും, അവിടെ ഫോഴ്സ് പെർ ഏരിയ കുറഞ്ഞു പോകും. ഓക്കെ. പക്ഷെ എന്താണ്, കൂർത്ത ആണിയാണെന്ന് കരുതുക, കൂർത്ത ആണിയാണെങ്കിൽ എന്താണ് പറ്റുക, അവിടെ പരപ്പളവ് വളരെ കുറവായിരിക്കും, ഈ ആണിയിൽ നമുക്ക് ചുമരിൽ അടിച്ചു കയറ്റാൻ എന്താണ് വളരെ എളുപ്പമാണ്. ഓക്കെ. അതുപോലെയാണ് മൂർച്ചയുള്ള കത്തി വെച്ച് പച്ചക്കറി മുറിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ നമുക്ക് മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ അതിൻ്റെ അറ്റം വളരെ ഷാർപ്പായിരിക്കും അല്ലേ. അപ്പോൾ പച്ചക്കറിയിൽ ഇങ്ങനെ വെക്കുമ്പോൾ എന്താക്കും, നമ്മൾ ചെറുതായിട്ട് ബലം കൊടുത്താൽ മതി, അതെന്താവും, കട്ട് ചെയ്ത് ഇങ്ങനെ പൊക്കോളും. പക്ഷേ മൂർച്ച ഇല്ലാത്തൊരു കത്തിയാണെന്ന് കരുതുക, അവിടെ പ്രതലബലം അല്ലെങ്കിൽ എന്താണ് അവിടെ എന്താണ് പരപ്പളവ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എന്താവും, മർദ്ദം എന്തായി പോവും, കുറഞ്ഞു പോവും. അപ്പോൾ അവിടെ മർദ്ദം കുറയുമെന്ന് വെച്ചാൽ അവിടെയുള്ള ഫോഴ്സ് എന്തായി പോവും, കുറഞ്ഞു പോകും. ഓക്കെ. അതുപോലെയാണ് നമ്മൾ എന്താക്കുന്നത്, ചരക്ക് വാഹനങ്ങളുടെ ടയറുകളുടെ എണ്ണം കൂടുതലായിരിക്കും അല്ലേ. എന്താണ്, ടയറുകളുടെ എണ്ണം കൂടുമ്പോൾ പരപ്പളവ് കൂടും. അതാകുമ്പോൾ എന്താണ് പറ്റുക, ടയറൊന്നും എവിടെ പോവില്ല, ചെളിയിൽ കൂടെ ഒന്നും പോകുമ്പോൾ താന്ന് പോവുകയില്ല. ഇപ്പോൾ ടയറുകളുടെ എണ്ണം കുറവാണെങ്കിൽ എന്താ പറ്റുക, ഇപ്പോൾ 4 ടയറേ ഉള്ളെങ്കിൽ ആ 4 ടയറുള്ള ബലം വളരെ കൂടുതലായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടറിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും, അത് മണ്ണിൽ ചിലപ്പം താന്നു പോകും. പക്ഷേ ടയറുകളുടെ എണ്ണം കൂടുതലാണെങ്കിൽ എന്താണ് പറ്റുക, ഓരോ ടയറിലേക്കും എന്താകും, അതിൻ്റെ വെയിറ്റ് ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഓരോ ടയറിലുള്ള ഫോഴ്സ് എന്താക്കും, കുറയും. അപ്പോൾ എന്താണ് പറ്റുന്നത്, പരപ്പളവ് കൂടും, മർദ്ദം എന്താവും, കുറയും. ചക്രം ഒന്നും മണ്ണിൽ എന്താവില്ല, താന്നു പോവുകയല്ല. ഓക്കെ. ഇനി എന്താണ് ദ്രാവക മർദ്ദം എന്ന് പറയുന്നത്, ലിക്വിഡ് പ്രഷർ അല്ലേ. എന്താണ് ദ്രാവക മർദ്ദം, ഒരു ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെ ദ്രാവക മർദ്ദം എന്നാണ് പറയുന്നത്. ഓക്കെ. ഒരു ദ്രാവകം എന്താണ്, ഒരു യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദത്തെയാണ് നമ്മൾ ദ്രാവക മർദ്ദം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും എന്താക്കും, കൂടും. അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ദ്രാവക രൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു വസ്തു നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ആ ദ്രാവകം അടങ്ങിയിരിക്കുന്നതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ എന്താണ്, അവിടെ ആ കൂടിച്ചേർന്നിട്ടുള്ള വെള്ളത്തിനെയാണ് നമ്മൾ എന്താക്കുന്നത് ദ്രാവക രൂപം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഇപ്പം ഞാൻ എന്താക്കുകയാണ്, ഒരു ബോട്ടിൽ നമ്മളൊരു അല്ലെങ്കിൽ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ആ ബക്കറ്റ് എന്താണ്, ബക്കറ്റിൻ്റെ അടി മുതൽ എവിടം വരെയാണ് ആ വെള്ളം നിറഞ്ഞിരിക്കുന്നത് അതിനെയാണ് നമ്മൾ ദ്രാവക രൂപം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും അടിയിൽ നിന്ന് മുകളിലേക്കാണ് നമ്മൾ എന്താക്കുന്നത് എടുക്കുക. അപ്പോൾ ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് അത് പ്രയോഗിക്കുന്ന മർദ്ദവും എന്താവും കൂടും അല്ലേ. ഇപ്പം നമുക്ക് വീട്ടിലൊക്കെ വെള്ളം നല്ല ശക്തിയായിട്ട് പൈപ്പിലൂടെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ ടാങ്കൊക്കെ മുകളിൽ വെക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്, അത് നമ്മൾ അത്രയും മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് പറ്റുക, അതിൻ്റെ മർദ്ദം എന്താക്കും അവിടെ കൂടും അല്ലേ. ഇനിയിപ്പോൾ നമ്മളോട് നോക്കിക്കഴിഞ്ഞാൽ വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമ്മൾ ഇപ്പം ഒരു പൈപ്പ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ബോട്ടിലെടുത്തിട്ട് അതിൻ്റെ ഓരോ സ്ഥലത്ത് നമ്മൾ ഹോൾ ഇടുക എന്ന് കരുതുക. ഏറ്റവും അടിയിലൂടെ ഇട്ട ഹോളിൽ കൂടെ വെള്ളം എന്താക്കും, പുറത്തേക്ക് വളരെയധികം ശക്തിയിൽ എന്താവും, ചീറ്റിപ്പോവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ അടിയിൽ എന്താണ് വളരെയധികം മർദ്ദം കൂടുതലായിരിക്കും. ഇപ്പം നമ്മൾ പുഴയിലൊക്കെ മുങ്ങുകയാണെങ്കിൽ ഈ പുഴേൻ്റെ ഏറ്റവും അടിയിൽ എന്തായിരിക്കും, മർദ്ദം വളരെ കൂടുതലായിരിക്കും. കാരണം മുകളിലുള്ള വെള്ളങ്ങളെല്ലാം വന്നിട്ട് എന്താണ്, അടിയിൽ വെയിറ്റ് വളരെയധികം കൂടുതലായിരിക്കും. അതുകൊണ്ടെന്ന് എന്താണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇപ്പം നമ്മളെന്താണ് ഈ ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടിക്കഴിഞ്ഞാൽ എന്താണ് പറ്റുക, അത് പ്രയോഗിക്കുന്ന മർദ്ദവും കൂടും. ഓക്കെ. ഇപ്പം 2 റിങ്ങുള്ള ഒരു കിണറിൽ നമ്മൾ മുങ്ങിയെന്ന് കരുതുക. അപ്പം അത്ര വെള്ളം മാത്രമേ നമ്മുടെ മേത്തുണ്ടാവുള്ളൂ, ഏറ്റവും അടിയിലാണ് നമ്മളെങ്കിൽ. പക്ഷേ ഒരു 10 റിങ്ങുള്ള കിണറിൽ നമ്മൾ ഏറ്റവും അടിയിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ പറ്റുക, ആ 10 റിങ് വെള്ളം നമ്മുടെ മേത്ത് എന്താക്കുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ ദ്രാവക രൂപം എന്ന് പറയുമ്പോൾ ദ്രാവകത്തിൻ്റെ ഏറ്റവും അടിയിൽ നിന്ന് അതിൻ്റെ സർഫസ് വരെ ഉള്ള ഉയരം കൂടുന്നതനുസരിച്ച് എന്താക്കുന്നു, അത് പ്രയോഗിക്കുന്ന മർദ്ദം എന്താക്കും, അവിടെ കൂടും. ദ്രാവകങ്ങൾ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിലെ എല്ലാ വശങ്ങളിലേക്കും ബലം പ്രയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ +2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം എന്താണ്, പാസ്കൽസ് ലോ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദ്രാവകത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് എല്ലാ വശത്തേക്കും എന്താവും, ആ ബലം
എന്താവും, അല്ലെങ്കിൽ ആ പ്രഷർ എന്താക്കും, വ്യാപിക്കും, ഈക്വലായിട്ട് വ്യാപിക്കും. ഈ ദ്രാവക മർദ്ദത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ദ്രാവക മർദ്ദം P=2 എന്താണ്? HdG ആണ്. അവിടെ H എന്ന് പറയുന്നത് എന്താണ്? ദ്രാവക രൂപത്തിൻ്റെ ഉയരമാണ്. അതായത് ഏറ്റവും അടിയിൽ നിന്ന് ആ ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിലേക്കുള്ള ഉയരം. D എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകത്തിൻ്റെ സാന്ദ്രതയാണ്. G എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണമാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? P=HdG ആണെങ്കിൽ ഹൈറ്റ് കൂടിയാൽ, ദ്രാവക രൂപത്തിൻ്റെ ഉയരം കൂടിയാൽ എന്താണ് കൂടും? പ്രഷർ കൂടും, D. ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടിയാൽ ദ്രാവകമർദ്ദം കൂടും. G നോക്കിക്കഴിഞ്ഞാലോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണല്ലേ. അപ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടിയാലും എന്ത് കൂടും? ദ്രാവകമർദ്ദം കൂടും. ഓക്കെ, അപ്പോൾ ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ്രാവക രൂപത്തിൻ്റെ ഉയരം, ദ്രാവകത്തിൻ്റെ സാന്ദ്രത, ഗുരുത്വാകർഷണ ത്വരണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്താക്കുന്നത് ദ്രാവകമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാന്ദ്രത കൂടിയാൽ ദ്രാവകമർദ്ദം കൂടും. ഹൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പറ്റുക? ദ്രാവകമർദ്ദം കുറയും. ഓക്കെ, ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇനി അടുത്തയാണ് അന്തരീക്ഷമർദ്ദം. എന്താണ് അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്? ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. ഓക്കെ, അതായത് ഭൂമിയുടെ ഒരു ഉപരിതലം ഉണ്ടെന്ന് കരുതുക. അവിടെ യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന വായു രൂപത്തിൻ്റെ ഭാരം, അതായത് ഞാനൊരു പെട്ടി ഉണ്ടാക്കിയെന്ന് കരുതുക. ആ പെട്ടിയുടെ നീളം എന്ന് പറയുന്നത് 1 മീറ്ററാണ്, വീതി എന്ന് പറയുന്നത് എന്താണ് 1 മീറ്റർ ആണെന്ന് കരുതുക. ഓക്കെ, ഞാനിതെടുത്തിട്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് എന്താണ് അവിടെയുള്ള വായുവിനെ ഞാൻ എന്താക്കുകയാണ്, ആ പെട്ടി തുറന്നിട്ട് ഇങ്ങനെ അടച്ചു വെക്കുകയെന്ന് കരുതുക. അപ്പോൾ ആ പെട്ടിയുടെ ഉള്ളിലുള്ള വായുവിൻ്റെ ഭാരമാണ് ശരിക്കും അവിടെയുള്ള അന്തരീക്ഷ മർദ്ദം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെട്ടി എടുത്തു കഴിഞ്ഞാൽ അത് 1 മീറ്റർ സൈഡിലുള്ള ഒരു ക്യൂബാണെങ്കിൽ ആ ക്യൂബിൻ്റെ ഉള്ളിൽ എത്ര വായു കൊള്ളുമോ ആ വായുവിൻ്റെ ഭാരമാണെന്ത് അവിടെയുള്ള അന്തരീക്ഷ മർദ്ദം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. നമുക്കറിയാം ഭൂമിക്ക് ചുറ്റും എന്തുണ്ട്? വായുവിൻ്റെ ഒരു ആവരണമുണ്ട് അല്ലേ. ഇതാണ് ഭൂമിയുടെ അന്തരീക്ഷം എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഭൂമിയുടെ പ്രതലത്തിനടുത്ത് കൂടുതലും മുകളിലേക്ക് പോകുന്തോറും കുറവായിരിക്കും അല്ലേ. അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയുടെ പ്രതലത്തിനടുത്ത് എന്തായിരിക്കും? കൂടുതലാണ്. മുകളിലേക്ക് പോകുന്തോറും കുറവായിരിക്കും അല്ലേ. അത് നമുക്കറിയാം എന്താണ്? നമുക്കറിയാം മുകളിലേക്ക് പോകുന്തോറും എന്തായിരിക്കും? അവിടേക്ക് പ്രഷർ എന്തായിരിക്കും? വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വായുവിൻ്റെ ഡെൻസിറ്റി എന്താണ്? മുകളിലേക്ക് പോകുന്തോറും കുറവായിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ മർദ്ദം എന്താവും? കുറയും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായു ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? ഭൂമിയുടെ, ഇപ്പം നമ്മുടെ നിലത്തിനോട് ചേർന്നിട്ടാണ് ഉള്ളത് അല്ലേ. മുകളിലേക്ക് പോകുന്തോറും എന്താണ്? കാരണം വെച്ചാൽ മുകളിലേക്ക് പോകുന്തോറും ബാക്കിയുള്ള വായു ഒക്കെ ഇങ്ങനെ അടിഞ്ഞ് വന്നിട്ട് നമ്മുടെ നിലത്തിനോട് ചേർന്ന ഭാഗത്തുള്ള വായുവിൻ്റെ മുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ പ്രഷർ ഉണ്ടാവുക, മർദ്ദം ഉണ്ടാവുക. മുകളിലേക്ക് പോകുന്തോറും വായുവിൻ്റെ മർദ്ദം ഇങ്ങനെ കുറഞ്ഞ് വരും. അവിടെ വായുവിൻ്റെ അളവ് എന്തായിരിക്കും? കുറയും. അപ്പം മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷ വായുവിൻ്റെ സാന്ദ്രത കുറയും. അതുപോലെ തന്നെ അന്തരീക്ഷ മർദ്ദവും എന്താക്കും? കുറയും. അതുപോലെ തന്നെ ഈ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? മഗ്ദീബർഗിലെ ഓട്ടോ വാൻ ഗെറിക്കാണ്. അദ്ദേഹമാണ് ശരിക്കും എന്താക്കുന്നത് ഈ അന്തരീക്ഷ മർദ്ദം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്, ഇതാണ് സംഭവം എന്നുള്ളത് എന്താക്കിയത് തെളിയിച്ചത്. അതിന് അദ്ദേഹം ചെയ്തത് ഇത്രയേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരു ചെറിയ 2 ലോഹ ഗോളം എടുത്തു. ലോഹഗോളം എന്ന് വെച്ചാൽ അർദ്ധഗോളം എടുത്തു. അതിന് നമ്മൾ എന്താക്കി? ആ അർദ്ധഗോളത്തിൻ്റെ ഉള്ളിലുള്ള വായുവിനെ അദ്ദേഹം നീക്കം ചെയ്തിട്ട് അത് രണ്ടും എന്താക്കി? കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം 2 സൈഡിൽ നിന്നും എന്താക്കി? ഈ പറയുന്ന ഒരു 8 കുതിരകളെ കൊണ്ടെന്താക്കി? അത് വലിപ്പിച്ചു. എന്നിട്ടും എന്തായില്ല? അത് വേർപെടുത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് എന്താക്കുന്നത് അപ്പോഴാണ് അവർക്കത് മനസ്സിലായത് എന്താണ്? ആ ഗോളത്തിൻ്റെ ഉള്ളിൽ മർദ്ദം കുറവും പുറത്ത് മർദ്ദം കൂടുതലുമാണ്. അതുകൊണ്ടാണ് എന്താക്കാത്തത് ഈ പറയുന്ന ആ 2 ബോളുകൾ തമ്മിൽ എന്താക്കാത്തത്, അല്ലെങ്കിൽ അർദ്ധഗോളങ്ങൾ തമ്മിൽ വേർപെട്ട് വരാത്തതെന്ന് അവർക്ക് എന്താക്കി മനസ്സിലായത്. അങ്ങനെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ച വ്യക്തിയാണ് ആര്? ഓട്ടോ വാൻ ഗെറിക്ക്. ഈ ഒരു പേരെന്താക്കണം? ഓർത്ത് വെക്കണം.
അന്തരീക്ഷ മർദ്ദം ആദ്യമായിട്ട് അളന്നത് ആരാണ്? ടെറിസെല്ലിയാണ് എന്താക്കുന്നത്, ആദ്യമായിട്ട് അന്തരീക്ഷ മർദ്ദം എന്താക്കുന്നത്, ആദ്യമായിട്ട് അളക്കുന്നത്. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ബാറാണ് അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ്. അങ്ങനെ വരാനുള്ള കാരണം അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ബാരോമീറ്റർ ആണ് അന്തരീക്ഷ മർദ്ദം നമ്മൾ അളക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കാറ്റിൻ്റെ വേഗതയൊക്കെ അളക്കുന്നത് എന്താണ്? അനിമോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കാറ്റിൻ്റെ വേഗതയൊക്കെ നമ്മൾ അളക്കുന്നത് അല്ലേ. നമ്മൾ അന്തരീക്ഷ ആർദ്രതയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താണ് അന്തരീക്ഷ ആർദ്രത അളക്കുന്നത്? എന്താണ് അത്? നമ്മൾ ഹൈഡ്രോമീറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, ആർദ്രതയൊക്കെ നമ്മൾ എന്താക്കുന്നത്, അളക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെക്കുന്നതാണ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ബാരോമീറ്റർ ആണ്. കാറ്റിൻ്റെ വേഗത അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അനിമോമീറ്റർ ആണ്. അതുപോലെ തന്നെ എന്താണ്, ഹ്യൂമിഡിറ്റി നമ്മൾ അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഗ്രോമീറ്റർ ആണ് നമ്മൾ ഉപയോഗിക്കുക. എന്താണ് ഹൈഗ്രോമീറ്റർ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ബാരോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രാവകം എന്താണ്? മെർക്കുറിയാണ് അല്ലേ. ബാരോമീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രാവകമാണ് മെർക്കുറി അല്ലേ. കാരണം ഏറ്റവും സാന്ദ്രത കൂടിയ ദ്രാവകമാണ് എന്ത്? മെർക്കുറി എന്നുള്ള കാര്യവും അതിനോടൊന്ന് ഓർത്തു വെക്കുക. ഭൂമിയുടെ ഉപരിതലത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരത്തെ ഒരു അന്തരീക്ഷ മർദ്ദമായി കണക്കാക്കുന്നു. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഭൂമിയുടെ ഉപരിതലത്തിൽ എന്താണ്? സമുദ്രനിരപ്പിൽ നിന്ന് യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരമാണ് ഒരു അന്തരീക്ഷ മർദ്ദമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, സമുദ്രനിരപ്പിലെ യൂണിറ്റ് പരപ്പളവുള്ള വായുരൂപത്തിൻ്റെ ഭാരമാണ് ഒരു അന്തരീക്ഷ മർദ്ദമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇതെന്താണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രാസരൂപത്തിൻ്റെ ഭാരത്തിന് തുല്യമായ മർദ്ദമാണ് പ്രമാണ അന്തരീക്ഷ മർദ്ദം. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എന്താക്കാണ്, ഈ ഒരു മെർക്കുറി തെർമോമീറ്റർ പോലത്തെ സാധനം എന്താണ്, ഒരു മെർക്കുറി മീറ്റർ എടുക്കുകയെന്ന് കരുതുക. അതിൽ ഏകദേശം ഉയരം എന്ന് പറയുന്നത് എത്രയാണ്? 0.76 മീറ്റർ ആണെന്ന് നമ്മൾ എന്താക്കുക കരുതുക. അതിൽ നമ്മളെന്താണ് യൂണിറ്റ് പരപ്പളവുള്ള അതിന് യൂണിറ്റ് പരപ്പളവ് ഉണ്ടെന്ന് കരുതുക. അതായത് യൂണിറ്റ് പരപ്പളവും അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 0.76 മീറ്ററുമായിട്ടുള്ള ഒരു മെർക്കുറിയുടെ ഒരു ക്യൂബ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാരത്തിന് തുല്യമായ മർദ്ദമാണ് നമ്മൾ സാധാരണയായിട്ട് എടുക്കുന്ന സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് നമ്മൾ എന്താക്കുന്നത് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജലത്തിനടിയിൽ നിന്ന് മുകളിലേക്ക് പൊങ്ങി വരുന്ന കുമിളകളുടെ വലിപ്പം കൂടുന്നു അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയും. കാരണം നമുക്കറിയാം ജലത്തിൻ്റെ ഏറ്റവും അടിയിലായിരിക്കും പ്രഷർ കൂടുതൽ. മുകളിലേക്ക് വരുന്തോറും പ്രഷർ കുറയും. അപ്പോൾ എന്താ പറ്റുക? കുമിളയുടെ വലിപ്പം ഇങ്ങനെ കൂടും, അല്ലെങ്കിൽ വ്യാപ്തം ഇങ്ങനെ കൂടി വരും അല്ലേ. അതുപോലെ തന്നെ അണക്കെട്ടുകളുടെ അടിഭാഗം കൂടുതൽ വിസ്തൃതിയിൽ നിർമ്മിക്കുന്നതിൻ്റെ കാരണം എന്താണ്? വിസ്തൃതി കൂടിക്കഴിഞ്ഞാൽ പരപ്പളവ് കൂടും അല്ലേ. പരപ്പളവ് കൂടിയാൽ എന്താണ് പറ്റുക? മർദ്ദം കുറയും. അപ്പോൾ ഡാമൊക്കെ വളരെ സ്റ്റേബിൾ ആയിരിക്കും, പൊട്ടുകയില്ല. അപ്പോൾ ഡാമിൻ്റെയൊക്കെ അടിഭാഗം എന്തായിരിക്കും? വളരെയധികം എന്തായിരിക്കും? വിസ്തൃതിയിലാണ് എന്താക്കുന്നത് നിർമ്മിക്കുക. അടുത്തെയാണ് മർദ്ദവും തിളനിലയും. അതായത് ഒരു ദ്രാവകത്തിന് തിളനില മർദ്ദം കൂടുന്നതനുസരിച്ച് കൂടുകയും മർദ്ദം കുറയുന്നത് അനുസരിച്ച് കുറയുകയും ചെയ്യും. ഓക്കെ, ഒരു വസ്തു തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ളതിനെയാണ് നമ്മൾ തിളനില നമ്മൾ എന്താക്കുന്നത് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ പദാർത്ഥങ്ങൾ വേഗത്തിൽ പാകമാവും അല്ലേ. അതിൻ്റെ കാരണം എന്താണ്? ഉയർന്ന മർദ്ദം തിളനില വർദ്ധിപ്പിക്കും. മർദ്ദം കൂടിയാൽ അവിടെയുള്ള ടെമ്പറേച്ചർ എന്താക്കും? വളരെയധികം കൂടും. നമുക്കറിയാം പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് എത്രയാണ്? സാധാരണ 100 ഡിഗ്രിയിലാണ് തിളയ്ക്കുക. പ്രഷർ കുക്കറിൽ എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസിലാണ് എന്താക്കുന്നത് തിളയ്ക്കുന്നത്. പെട്ടെന്ന് എന്താക്കും? തിളയ്ക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്താണ്, മർദ്ദം കൂടിക്കഴിഞ്ഞാൽ തിളനില വർദ്ധിക്കും. അതായത് പെട്ടെന്ന് എന്താവും? അത് തിളയ്ക്കും. അതുതന്നെയാണ് ബെർണോളിയുടെ തത്വം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് പഠിക്കാണ്ട്. എന്താ ബെർണോളിയുടെ തത്വം എന്ന് പറയുന്നത്? ചലിക്കുന്ന വായുവിന് മർദ്ദം വളരെ കുറവാണ് എന്നുള്ളതാണ് ബെർണോളിയുടെ തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ എന്താവും? മർദ്ദം കുറയും. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഈ കാറുകൾക്കൊക്കെ എയറോഡൈനാമിക് ഘടനയും അതുപോലെ തന്നെ വിമാനമൊക്കെ എന്താക്കുന്നത്? പറന്നു വരുന്നതിന് കാരണം വിമാനം പറന്നു വരുമ്പോൾ അതിൻ്റെ വിങ്സിൻ്റെ സൈഡിൽ എന്തുണ്ട്? 2 മോട്ടറുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ടിലുള്ള വായുവിനെ ശക്തിയായിട്ട് കറക്കിയിട്ട് എന്താക്കുന്നു? ബേക്കോട്ട് വിടും. അപ്പോൾ എന്താ പറ്റുക? വായു വളരെ വേഗത്തിൽ ചലിക്കുമ്പോൾ അവിടെ മർദ്ദം കുറയും. മർദ്ദം കുറയുമ്പോൾ
വിമാനത്തിന് എന്താക്കാൻ പറ്റും, അല്ലെങ്കിൽ എയറോപ്ലെയിൻ എന്താക്കാൻ വേണ്ടി പറ്റും, ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്താക്കും പറ്റും. അതാണ് ബെർണോളിയുടെ തത്വം. വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം കുറയും. അടുത്തയാണ് പ്രതലബലം. എന്താണ് പ്രതലബലം എന്ന് പറയുന്നത്? നമുക്കറിയാം എന്താണ്, സർഫസ് ടെൻഷനാണ് എന്താക്കുന്നത് പ്രതലബലം എന്ന് പറയുന്നത് അല്ലേ. ഒരു ദ്രാവക പാടയോ ദ്രാവകോപരിതലമോ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. അപ്പോൾ ഒരു ദ്രാവകമോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഫോമിലുള്ളൊരു സാധനം എന്താക്കണം, അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണ് പ്രതലബലം. ഇനിയിപ്പോൾ പ്രതലബലം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുന്നുണ്ട്, സോപ്പ് ഉപയോഗിക്കും. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ എന്താവും, ജലത്തിൻ്റെ പ്രതലബലം കുറയും. അതുപോലെ ചൂടാക്കിയാലും പ്രതലബലം എന്താവും, കുറയും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പോൾ നമ്മൾ ഈ ബലം എന്ന് പറയുന്നൊരു ടോപ്പിക്ക് വരുന്നതുകൊണ്ട് എന്താക്കുക, ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക. ഇനി തന്നെ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്, പ്രതലബലമാണ്. അല്ലെങ്കിൽ എന്തായി പോനെ, മഴത്തുള്ളികൾ ശരിക്കും മുകളിൽ നിന്ന് വീഴുമ്പോൾ ശരിക്കും എന്താണ്, കൂർത്ത ആകൃതി പോലെ ആയേനെ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള സസ്യജാലങ്ങളും മനുഷ്യനൊക്കെ നശിച്ചു പോയേനെ. കാരണം വെച്ചാൽ അത്രയും ഹൈറ്റിൽ നിന്ന് വരുന്ന മഴത്തുള്ളി വീണ് ശരിക്കും ഭൂമിയും പാറയും അതുപോലെ തന്നെ സസ്യജാലങ്ങളൊക്കെ എന്താണ് തുളഞ്ഞു പോയേനെ. പക്ഷേ മഴത്തുള്ളികൾ ഗോളാകൃതിയിലാണ്. അതിന് കാരണം എന്താണ്, പ്രതലബലമാണ്, അല്ലെങ്കിൽ സർഫസ് ടെൻഷനാണ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, തോട്ടിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ പാറ്റകളൊക്കെ എന്താണ് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് കാണാം അല്ലേ. അതിനും കാരണം എന്താണ്, ഈ വെള്ളത്തിൻ്റെ പ്രതലബലം കാരണമാണ് അതിനിങ്ങനെ പൊങ്ങിക്കിടക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിച്ചത്. അപ്പോൾ നമ്മളിതിൽ ബലത്തിൻ്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നും CGS യൂണിറ്റ് ഡൈൻ ആണെന്നും 1 ന്യൂട്ടൺ എന്ന് വെച്ചാൽ 10⁵5 ഡൈൻ ആണെന്നും നമ്മൾ എന്താക്കി പഠിച്ചു. അതുപോലെ 2 വസ്തുക്കൾ ബലം പ്രയോഗിക്കണമെങ്കിൽ അത് കോണ്ടാക്റ്റ് വേണ്ട എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഐസക് ന്യൂട്ടനെ കുറിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ബുക്കുകളുടെ കാര്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഫിലോസഫിയ നാച്ചുറലിസം, പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക, ഒപ്റ്റിക്സ് എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകൾ. അതുപോലെ എന്താണ് പേശിബലം, കാന്തിക ബലം, സ്ഥിത വൈദ്യുതി അല്ലേ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഫ്രിക്ഷണൽ ഫോഴ്സൊക്കെ നമ്മൾ എന്താണെന്ന് നമ്മളിതിലൂടെ നോക്കി. എന്താണ് സമ്പർക്ക ബലം എന്നുള്ളത്, അതുപോലെ തന്നെ അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ എന്താക്കി ഇതിലൂടെ നമ്മൾ നോക്കി. അതുപോലെ തന്നെ എന്താണ് സമ്പർക്ക രഹിത ബലം, അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. അതിൽ പ്രതലബലം എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെന്താണ്, സമ്പർക്ക രഹിത ബലമാണ്. അതുതന്നെ പ്രകൃതി ഏറ്റവും ശക്തമായ ബലം ന്യൂക്ലിയർ ബലവും ശക്തി കുറഞ്ഞത് ഏതാണ്, ഗുരുത്വാകർഷണ ബലവുമാണ്. ഉരുളൽ ഘർഷണം എന്താണ്, നിരങ്ങൽ ഘർഷണത്തേക്കാൾ വളരെ കുറവാണ്. അതുപോലെ സ്നേഹകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ലൂബ്രിക്കൻസ് ആണ്. ധാരാരഹിതമാക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘർഷണം കുറയ്ക്കാൻ വേണ്ടി വസ്തുക്കളുടെ ഷേപ്പ് രൂപപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നത്. ഖരരൂപത്തിലുള്ള സ്നേഹകമാണെന്ത്, ഗ്രാഫൈറ്റ്. നമ്മൾ ഭാരം പഠിച്ചപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് F=mg ആണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് ജിയുടെ വാല്യൂ കുറവായിരിക്കും, ധ്രുവപ്രദേശത്ത് ജിയുടെ വാല്യൂ കൂടുതലായിരിക്കും. അതുപോലെ നിർബാധം പതിക്കുന്ന വസ്തുക്കൾക്ക് ഭാരം 0 ആയിരിക്കും. അതുപോലെ അതിന് പ്രതിഫലം ഇല്ലാത്തതുകൊണ്ടാണ് അത് ഭാരം 0 ആവുന്നത്. വ്യത്യസ്ത പിണ്ഡമുള്ള 2 വസ്തുക്കളും ഭൂമിയിലേക്ക് നിർബാധം പതിക്കുന്നത് ഒരേ സമയത്തായിരിക്കും എന്ന് പറഞ്ഞതാരാണ്, ഗലീലിയോ ആണ് അത് പ്രൂവ് ചെയ്തത്. അതുപോലെ വ്യാപക മർദ്ദത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, മർദ്ദത്തിൻ്റെ ഇക്വേഷൻ വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവാണ്. അതിൻ്റെ യൂണിറ്റ് പാസ്കലാണ്. അത് തന്നെയാണ് Nm/m² നമ്മൾ പറയുന്നത്. ഓക്കെ. അതിൻ്റെ നമ്മൾ എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചു. ദ്രാവക മർദ്ദത്തിൻ്റെ ഇക്വേഷൻ P=hDg ആണ്. അപ്പം ഹൈറ്റ്, ഡെൻസിറ്റി, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നിവയാണ് ദ്രാവക മർദ്ദത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ അസ്തിത്വം തെളിയിച്ചതാരാണ്, ഓട്ടോ വാൻ ഗെറിക്കാണ്. മുകളിലേക്ക് പോകുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും. അതുപോലെ അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അന്തരീക്ഷ മർദ്ദത്തിൻ്റെ യൂണിറ്റ് നമ്മൾ ബാറിലാണ് നമ്മൾ സാധാരണയായിട്ട് പറയുന്നത്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന ഊഷ്മാവ് 120°C ആണ് അല്ലേ. കാരണം വെച്ചാൽ ഉയർന്ന മർദ്ദം എന്താക്കും, തിളനില വർദ്ധിപ്പിക്കും. അതുതന്നെ ബെർണോളിയുടെ തത്വം അനുസരിച്ച് വായു വേഗത്തിൽ ചലിക്കുമ്പോൾ മർദ്ദം എന്താക്കും, കുറേ നമ്മൾ പഠിച്ചു. പ്രതലബലത്തിൻ്റെ കാര്യം നമ്മൾ പഠിക്കുന്നു. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ പ്രതലബലം കുറയും, ചൂടാക്കുമ്പോൾ അതെന്താകുന്നു, കുറയുന്നു അല്ലേ. അതുതന്നെ മഴത്തുള്ളികൾ ഗോളാകൃതിയിൽ കാണപ്പെടുന്നതിന് കാരണം എന്താണ്, പ്രതലബലമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചത്. എല്ലാവർക്കും എക്സാമിന് നല്ലൊരു വിജയം ഉണ്ടാവട്ടെ. താങ്ക് യു.